ജാമ്യത്തിലിറങ്ങിയ പ്രതി വിഷ്ണു ജാമ്യവ്യവസ്ഥകൾ ലംഘിച്ചുവെന്നും പരാതിയുണ്ട്. അപകടത്തെ തുടർന്ന് ലൈസൻസ് സസ്പെൻഡ് ചെയ്ത പ്രതി വാഹനമോടിക്കുന്ന ദൃശ്യങ്ങൾ സാമൂഹിക മാധ്യമങ്ങളിലുണ്ട്. കേരളം വിട്ട് യാത്രകൾ പോയെന്നും ആരോപണമുണ്ട്. സമൂഹ മാധ്യമങ്ങളിൽ പ്രതി റീലുകളും മറ്റും പങ്കുവയ്ക്കുകയാണ്. ഇവിടെ 2 കുഞ്ഞുങ്ങൾ അനാഥരായി ദുഃഖത്തോടുകൂടി കഴിയുമ്പോൾ ആ 2 കുഞ്ഞുങ്ങളുടെയും അച്ഛനെയും അമ്മയെയും കൊലപ്പെടുത്തിയ പ്രതി സമൂഹത്തിൽ വിലസി നടന്ന് റീല് വിട്ട് ഇടുകയാണ്. ഇതാണോ നീതി? ജാമ്യത്തിലിറങ്ങിയ പ്രതി എങ്ങനെ കേരളം വിട്ടു പോവുക? ജാമ്യ വ്യവസ്ഥകൾ കൺമുന്നിൽ ലംഘിച്ചിട്ടും പ്രതിയെ ഇനിയും പിടികൂടാൻ പോലീസ് ശ്രമിക്കുന്നില്ലെന്ന് മാത്രമല്ല കുറ്റപത്രം പോലും കൊടുത്തിട്ടില്ല എന്നുള്ളതാണ്. എം ജെ പ്രതീഷ് ഉണ്ട്. എം ജെ പ്രതീഷ്, അന്ന് നടന്ന കൊലപാതകം വലിയ രീതിയിൽ മാധ്യമ ശ്രദ്ധ നേടിയതാണ്. വലിയ വിമർശനം പോലീസിന് നേരെ ഉണ്ടായതാണ്. ഭരണം മാറിയിട്ടും പോലീസ് മാറിയില്ല എന്നാണോ മനസ്സിലാക്കേണ്ടത്? ഇപ്പോഴും വിഷ്ണുവിന് കുടപിടിക്കുന്ന ഒരു സമീപനമാണോ ഉള്ളത്? ആ കുടുംബത്തിന് കിട്ടേണ്ട നഷ്ടപരിഹാരം പോലും ഇതുവരെയും കിട്ടിയിട്ടില്ല. എം ജി പ്രതീഷ്, ആ കുടുംബത്തിന് അനീതിയാണ് ഇപ്പോഴും നേരിടേണ്ടി വരുന്നത് എന്നാണോ? അരുൺകുമാർ, വലിയ നീതി നിഷേധമാണ് പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഇവിടെ ഉണ്ടായിരിക്കുന്നത്. കാരണം 2 കുരുന്നുകളാണ് മാതാപിതാക്കളുടെ മരണത്തോടുകൂടി അനാഥമായത്. അത് വാഹന അപകടമല്ല, ഈ കൊലപാതകം തന്നെയായിരുന്നു. കാരണം 2 പേരുടെ ജീവനെടുത്ത അപകടം. ആ അപകടം നടന്ന് തുടക്കം മുതൽ തന്നെ പ്രതിയെ സംരക്ഷിക്കുന്ന നിലപാടായിരുന്നു പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരുന്നത്. അന്വേഷണത്തിന്റെ ഭാഗമായി ഈ ഇരകളെ പലപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും നെട്ടോട്ടം ഓടിക്കുന്നതല്ലാതെ പ്രതിക്കെതിരെ ഒരു നടപടിയും പോലീസ് സ്വീകരിച്ചില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം ജനുവരി 4-നാണ് അപകടമുണ്ടായത്. 6 മാസം കഴിഞ്ഞിട്ടും ഈ കേസിൽ ഇതുവരെ പോലീസ് കുറ്റപത്രം സമർപ്പിച്ചില്ല. അതിൽ പോലീസ് നൽകുന്ന അല്ലെങ്കിൽ പോലീസിന്റെ വാദം ഈ കുറ്റപത്രം സമർപ്പിക്കുന്നതിന് മുന്നോടിയായി പ്രതി ഒളിവിൽ കഴിഞ്ഞ തേനിയിൽ പ്രതി എത്തിച്ച് തെളിവെടുപ്പ് നടത്തണമെന്നതാണ്. പക്ഷേ അത്തരത്തിൽ തെളിവെടുപ്പ് നടത്താൻ എന്താണ് പോലീസിന് തടസ്സമെന്ന ചോദ്യത്തിന് മാത്രം ഒരു ഉത്തരവുമില്ല. ആറ്റിങ്ങൽ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലാണ് അന്വേഷണം നടന്നിരുന്നത്. നേരത്തെ അന്വേഷിച്ചിരുന്ന ഡിവൈഎസ്പി ഇപ്പോൾ മാറി, പുതിയ ഡിവൈഎസ്പി വന്നു. പുതിയ ഉദ്യോഗസ്ഥനോട് ചോദിക്കുമ്പോൾ ഇനി മറ്റൊരു ഡിവൈഎസ്പി വരും, അദ്ദേഹം ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കും. ഇങ്ങനെയുള്ള വാദങ്ങൾ, ന്യായങ്ങളൊക്കെ തന്നെയാണ് പോലീസ് പറയുന്നത്. കുറ്റപത്രം സമർപ്പിക്കാത്തതോടുകൂടി തന്നെ ഒരു നഷ്ടപരിഹാരത്തിന് പോലും കുടുംബത്തിന് അപേക്ഷിക്കാൻ കഴിയാത്ത സാഹചര്യമാണ്. വളരെ ദയനീയമാണ് ആ കുടുംബത്തിന്റെ സ്ഥിതി. കാരണം അമ്മുമ്മയും മാമനും മാത്രമാണ് ഈ 2 മക്കൾക്കുള്ളത്. ഈ ഒരു സ്വകാര്യ സ്കൂളിൽ ഡ്രൈവറായി ദിവസ വരുമാനത്തിനാണ് ഈ മാമൻ പോകുന്നത്. അമ്മുമ്മയ്ക്ക് വലിയ ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. വളരെ ബുദ്ധിമുട്ടിയാണ് ഈ 2 കുട്ടികളെയും ഇവർ 2 പേരും നോക്കുന്നത്. പക്ഷേ ഈ മരണത്തിന്റെ തുടക്കം മുതൽ തന്നെ പോലീസ് ഈ കുടുംബത്തോട് വലിയ ക്രൂരത കാണിച്ചു. അത് മരിച്ച് 6 മാസം കഴിഞ്ഞിട്ടും ആ നടപടി അതേപടി തുടരുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പുതിയ സർക്കാർ വന്നിട്ട് പോലും ആ കുടുംബത്തിന് നീതി കിട്ടിയില്ല. നേരത്തെ ഈ മരണ സർട്ടിഫിക്കറ്റുമായി ബന്ധപ്പെട്ട് പോലും എത്രത്തോളം ഈ കുടുംബത്തെ സർക്കാർ സംവിധാനങ്ങൾ ബുദ്ധിമുട്ടിച്ചുവെന്ന് നമ്മൾ തന്നെ വാർത്ത നൽകിയതാണ്. ആ നീതി നിഷേധം ഇപ്പോഴും ഈ കുടുംബത്തോട് തുടരുന്നു. മാത്രമല്ല പ്രതി സമൂഹത്തിൽ വിലസി നടക്കുന്നു. മെയ് 17-ാം തീയതിയാണ് ഈ സാമൂഹിക മാധ്യമത്തിൽ ഈ പ്രതി വിഷ്ണു ഈ റീല് പങ്കുവച്ചിട്ടുള്ളത്. ഈ വാഹനം ഓടിക്കുന്നതുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് വിലക്കുണ്ട്. കാരണം ഈ അപകടത്തിന് പിന്നാലെ വിഷ്ണുവിന്റെ ലൈസൻസ് സസ്പെൻഡ് ചെയ്തതാണ്. എന്നിട്ടും പ്രതി വാഹനം ഓടിക്കുന്നു, റീലുകൾ പങ്കുവയ്ക്കുന്നു. പക്ഷേ 2 കുട്ടികൾ മാത്രം അനാഥരായി മാറുകയും ചെയ്തു. വളരെ വലിയ നീതിയാണ്. ആ കാര്യത്തിൽ ഒരു സംശയമില്ല. ആ മുത്തശ്ശി പറഞ്ഞതുപോലെ, അമ്മൂമ്മ പറഞ്ഞതുപോലെ അവരുടെ വീട് ഉറങ്ങിപ്പോയി എന്നുള്ളതാണ്. ആ വീട്ടിലേക്ക് ഇരുട്ട് പടർന്നു. ആ 2 കുഞ്ഞുങ്ങൾ അമ്മാവൻ്റെയും മുത്തശ്ശിയുടെയും കൂടി പിന്തുണയോടുകൂടിയാണ് കഴിയുന്നത്. വളരെ സന്തോഷത്തോടു കൂടി കഴിഞ്ഞിരുന്ന ഒരു കുടുംബത്തിലേക്കാണ് വിഷ്ണു ധാരോടിച്ച് കയറ്റിയത്. എന്നിട്ട് വിഷ്ണു ഇപ്പോൾ വിലസി നടക്കുന്നു. വിഷ്ണുവിൻ്റെ വണ്ടി ഓടിച്ച് അപകടത്തിൽപ്പെട്ട ഈ ദമ്പതികളുടെ മക്കൾ 2 പേര്, 2 വയസ്സും 6 വയസ്സും മാത്രമേ ഉള്ളൂ. പ്രിയപ്പെട്ട പ്രേക്ഷകരിൽ കനിവ് തോന്നുന്നവരുണ്ടെങ്കിൽ ആ കുടുംബത്തെ സഹായിച്ചേ മതിയാവും. ഇതുവരെയും നഷ്ടപരിഹാരം പോലും ആ കുടുംബത്തിന് കിട്ടിയിട്ടില്ല. പോലീസിന്റെ ഭാഗത്തു നിന്ന് നീതി ഉറപ്പാക്കിയിട്ടില്ല. ബഹുമാനപ്പെട്ട ആഭ്യന്തര വകുപ്പ് മന്ത്രി അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഉദ്യോഗസ്ഥന്മാരെ ആ സ്റ്റേഷനിൽ വെച്ചുകൊണ്ടിരിക്കരുത് എന്നാണ് പറയാനുള്ളത്. എത്രയും പെട്ടെന്ന് കുറ്റപത്രം സമർപ്പിച്ച ആ കുടുംബത്തിന് കിട്ടേണ്ട നഷ്ടപരിഹാരമെങ്കിലും വാങ്ങിച്ചു കൊടുക്കുക. പോയവർ പോയി. പക്ഷേ ഇനിയും ആ കുടുംബം ഈ അനീതി കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ വിനീതിൻ്റെ ഈ വിഷ്ണുവിൻ്റെ കുടുംബവും എവരും ഹാപ്പിയാണ്. ജാമ്യത്തിലിറങ്ങി സാധാരണ പോലെ റീലിട്ട് ജീവിതം നയിക്കുക. പാവപ്പെട്ട ഈ കുടുംബത്തിനോ ആ കുഞ്ഞുങ്ങൾക്ക് ആരെ നഷ്ടപ്പെട്ടു? നഷ്ടപ്പെട്ടത് സ്വന്തം അച്ഛനെയും അമ്മയുമാണ്. നീ എത്ര കാലം ഈ അമ്മയുണ്ടാവും? എത്ര കാലം ഈ അമ്മാവൻ്റെ പരിരക്ഷയിൽ ജീവിക്കേണ്ടി വരും? കഷ്ടമാണ്.